ബാങ്കിംഗ് പഠിക്കൂ മണിലാലിനൊപ്പം. ധനലക്ഷ്മിജിയുടെ വീട്ടിൽ മണിലാൽ ഒരു ജോലിക്കാരനാണ്. ധനലക്ഷ്മിജി, ഈ പെൻസിൽ ബോക്സിന് 200 രൂപയോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം പണം ചെലവഴിച്ചത്? അത്തരമൊരു പെൻസിൽ ബോക്സ് 100 രൂപയ്ക്ക് ലഭ്യമാണ്. 100 രൂപ? ശരിക്കും? എപ്പോഴാണ് നിങ്ങൾ 100 രൂപയ്ക്ക് അത്തരമൊരു പെൻസിൽ ബോക്സ് വാങ്ങിയത്? 5 വർഷം മുമ്പ് എന്റെ പേരക്കുട്ടിയുടെ ജന്മദിനത്തിനായി ഇതുപോലൊരു പെൻസിൽ ബോക്സ് വാങ്ങിയതായി ഞാൻ ഓർക്കുന്നു. ശരി, 5 വർഷം മുമ്പ് അല്ലേ? നിങ്ങൾക്കിത് വെറും 100 രൂപയ്ക്ക് എങ്ങനെ ഇത് ലഭിച്ചു എന്ന് ഇപ്പൊ എനിക്കറിയാം. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദയവായി എനിക്ക് വിശദീകരിക്കാമോ? ശ്രീമതി ധനലക്ഷ്മി മണിലാലിന് വിലക്കയറ്റവും ബാങ്ക് അക്കൗണ്ടിൽ പണം സമ്പാദിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുവാനും തീരുമാനമെടുക്കുന്നു. മണിലാൽ, വർഷങ്ങളോളം വില എങ്ങനെ ഒരുപോലെ തുടരും? അത് വർദ്ധിക്കില്ലേ? നിങ്ങൾക്ക് കൂടുതൽ നന്നായി മനസ്സിലാകുവാൻ വരൂ മണിലാൽ, നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ ഇപ്പോഴത്തെ വില ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള അതിന്റെ വിലയുമായി താരതമ്യം ചെയ്യാം. വിലകൾ ഈ രീതിയിൽ ഉയരുന്നത് തുടരുകയാണെങ്കിൽ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് സംരക്ഷിക്കുകയും അടുക്കള ഷെൽഫ് ബോക്സിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പണം ഭാവിയിൽ മതിയാകില്ല. അതിനായി ഞാൻ എന്ത് ചെയ്യണം? മണിലാൽ, ഇതൊരു വലിയ പ്രശ്നമല്ല. നിങ്ങളുടെ പണവും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സേവിങ്സ് ധനം നിങ്ങൾക്കായി കൂടുതൽ പണം സമ്പാദിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ പണം വർദ്ധിപ്പിക്കാൻ കഴിയും? പണം മരത്തിൽ കായ്ക്കില്ല. ഇത് വളരെ എളുപ്പമാണ് മണിലാൽ. നിങ്ങളുടെ പണം അടുക്കള ഷെൽഫിന്റെ ബോക്സിൽ സൂക്ഷിക്കുന്നതിന് പകരം അത് ബാങ്കിൽ നിക്ഷേപിക്കുക. ബാങ്ക് നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുക മാത്രമല്ല, ഈ പണത്തിന്റെ പലിശയായി അധിക പണം നൽകുകയും ചെയ്യും. ഈ രീതിയിൽ നിങ്ങളുടെ പണം വളരുന്നത് തുടരും. ധനലക്ഷ്മിജി, ഞാൻ 5000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആ പണത്തിന് എനിക്ക് പലിശ ലഭിക്കുമോ? അതെ മണിലാൽ, നിങ്ങൾ അത് പൂർണ്ണമായും ശരിയായി മനസ്സിലാക്കി. പക്ഷെ ബാങ്ക് എന്തിനാണ് പലിശയുടെ രൂപത്തിൽ അധിക പണം നൽകുന്നത്? ബാങ്ക് വളരെ ബുദ്ധിപൂർവമാണ് പ്രവർത്തിക്കുന്നത് മണിലാൽ. ബാങ്കുകൾ 2 കാര്യങ്ങൾ ചെയ്യുന്നു. ആളുകളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുക, നിക്ഷേപങ്ങൾ എന്ന് വിളിക്കുന്നു. ആവശ്യമുള്ളവർക്ക് പണം കടം കൊടുക്കുക, അതിനെ ലോണുകൾ എന്ന് വിളിക്കുന്നു. അതിനാൽ ബാങ്കുകൾ പണം കടം കൊടുക്കുന്ന ആളുകളിൽ നിന്ന് പലിശയുടെ രൂപത്തിൽ അധിക പണമെടുത്ത് ആ പണം തങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് തിരികെ നൽകുന്നു. ATM മെഷീനിൽ നിന്ന് പണം പിൻവലിക്കാൻ ATM കാർഡ് പോലുള്ള സൗകര്യങ്ങൾ ബാങ്കുകൾ നമുക്ക് നൽകുന്നു. ഇതുകൊണ്ട് കടയിൽ നിന്നും ഷോപ്പിംഗ് നടത്താം. ഓൺലൈൻ ഷോപ്പിംഗിന് ഈ കാർഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി ഒരു സേവിങ്സ് അക്കൗണ്ട് തുറക്കാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിനു പുറമെ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ്, റെക്കറിംഗ് ഡിപ്പോസിറ്റ് തുടങ്ങിയ വിവിധ നിക്ഷേപ രീതികളും നൽകുന്നു. ഇവ നിങ്ങൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ പലിശ നൽകും. പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ചും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. എല്ലാ വിഭാഗങ്ങൾക്കും വിവിധ സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ലക്ഷ്യം. ഉദാഹരണത്തിന്, ഒരു അടിസ്ഥാന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ ലഭ്യത, നിക്ഷേപങ്ങളുടെ പലിശ, ഓവർഡ്രാഫ്റ്റ് സൗകര്യം, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് സബ്സിഡികൾ കൈമാറൽ. ഈ അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ല. കൂടാതെ ഈ അക്കൗണ്ട് ഉടമകൾ റൂപേ ATM കാർഡ്, 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ, 10,000 രൂപ വരെയുള്ള ഓവർഡ്രാഫ്റ്റ്, പെൻഷൻ, ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ എന്നിവയിലേക്കും പ്രവേശനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നൽകിയിരിക്കുന്ന ലിങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതിനു പുറമെ സർക്കാരിന്റെ മറ്റു ക്ഷേമ പദ്ധതികളും ഉണ്ട്. ഉദാഹരണത്തിന്, 60 വയസ്സിന് ശേഷം പ്രതിമാസം 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ ഗ്യാരണ്ടിയുടെ ഓപ്ഷൻ ഇന്ത്യ ഗവൺമെന്റ് അടൽ പെൻഷൻ യോജന APY നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. സുകന്യ സമൃദ്ധി യോജനയിലൂടെ പെൺമക്കളുടെ മാതാപിതാക്കൾക്ക് 10 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള പെൺമക്കളുടെ പേരിൽ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു അക്കൗണ്ട് തുറന്ന് ഭാവിയിൽ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടി സമ്പാദിക്കാൻ കഴിയും.
കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. നീ നാളെ നിന്റെ അടുത്തുള്ള ബാങ്കിൽ പോയി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. മാഡം, എന്റെ നിക്ഷേപിച്ച പണം ബാങ്ക് തിരികെ നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യും? മണിലാൽ, ബാങ്ക് തകർന്നാൽ ഓരോ നിക്ഷേപകനും DICGC മുതലിനും പലിശയ്ക്കും പരമാവധി 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നൽകിയിരിക്കുന്ന ലിങ്കിൽ ബന്ധപ്പെടാം. ധനലക്ഷ്മി ജിയുമായുള്ള ഈ സംഭാഷണം മണിലാലിൽ ബാങ്ക് അക്കൗണ്ടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റ് സൗകര്യങ്ങളുടെ നേട്ടത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നു. നിങ്ങളും അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെടൂ, എന്നിട്ട് സ്മാർട്ടാകൂ.